സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രതിസന്ധിയിലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബംഗാളാണ്. അവിടെ ഭരണം നടത്തുന്ന ഒരു സ്ത്രീയാണ്. കാരണം തുടർച്ചയായി തന്നെ അവിടെ പീഡനങ്ങൾ നടക്കുന്നു. ഏറ്റവും അവസാനം ഒരു നിയമ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പ്രതികളോ പാർട്ടിക്കാർ തന്നെ. എന്നിട്ടും എന്തുകൊണ്ട് അവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബംഗാൾ പിന്നോട്ടാണ് പോകുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പണ്ടൊക്കെ ഈ ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെയാണ് ഈ ദളിത് പീഡനം, സ്ത്രീ പീഡനം ഇതിലൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുക വലിയ തോതിൽ അവിടെ പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല, പോലീസ് അന്വേഷണമില്ല, നിയമ നടപടിയില്ല, ഇതൊക്കെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ കൊണ്ട്, പ്രത്യേകിച്ചും 2006 ശേഷം ഈ ബീഹാറിലൊക്കെ വലിയ മാറ്റമാണ് വന്നത്. അവിടെ നിതീഷ് കുമാർ NDAയുടെ ഭരണം വന്നു. അവിടെ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു, അതുപോലെ സ്കൂളുകൾ തുറന്നു, അധ്യാപകരെ നിയോഗിച്ചു. ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ. അത് നമുക്കിപ്പോൾ UPയിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതൊക്കെ കാണാം. ഇത് മാത്രമല്ല, UPയിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നവരെ പോലീസ് എൻകൗണ്ടറിൽ വധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു UPയിൽ. അങ്ങനെ ഏതാണ്ട് 100-ലധികം പേർ, ഗുണ്ടകൾ അത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത UPയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ബംഗാളിൽ ഒരു കാലത്ത് ബംഗാൾ കേരളം പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള, എന്താ പറയേണ്ട, ഒരു മനുഷ്യാവകാശങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അതൊക്കെ എത്ര സത്യമാണെന്ന് സത്യമാണോ എന്ന് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ ബംഗാൾ ഭരിക്കുന്നത് ഒരു സ്ത്രീയാണ്. മമതാ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു സ്ത്രീയാണ് ബംഗാൾ ഭരിക്കുന്നത്, അവിടുത്തെ മുഖ്യമന്ത്രി. പക്ഷേ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിരുന്ന് ഭരണം നടത്തുന്ന ബംഗാളിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡന വാർത്തകൾ പുറത്തു വരുന്നത്. സ്ത്രീ പീഡനം മാത്രമല്ല, കൊലപ്പെടുത്തുകയും. ഇപ്പോൾ RG കർ ആശുപത്രിയിൽ നടന്ന ഡോക്ടർ വിദ്യാർത്ഥി, അതെ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ, ഒരു MBBS ഡോക്ടറെ, വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ പ്രതി അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. താൽക്കാലിക ഉദ്യോഗസ്ഥനാണെങ്കിലും സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. അങ്ങനെ ഒരാളാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അത് വലിയ രീതിയിൽ ഇന്ത്യ മുഴുവൻ ചർച്ചയായ കാരണം ഇങ്ങനെ സംഭവം നടന്നിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ അല്ല ഇത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു, പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി. വലിയ പ്രതിഷേധമുയർന്ന് എത്രയോ ദിവസം ബംഗാൾ കത്തി. അവിടുത്തെ ആരോഗ്യമേഖല സ്തംഭിച്ചു, ജനങ്ങൾക്ക് ചികിത്സ കിട്ടാതെയായി. അങ്ങനെ വലിയ പ്രതിസന്ധി ആയപ്പോഴാണ് സർക്കാർ ചെറുതായിട്ടെങ്കിലും ഒന്ന് അനക്കം വെച്ചത്. അത് കൊൽക്കത്ത ഹൈക്കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നു. അങ്ങനെ കോടതി നിർദ്ദേശാനുസരണം പോലീസ് സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ച് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എന്നിട്ടും അതൊക്കെ നിസാരവൽക്കരിക്കാനും തേച്ചുമാച്ച് കളയാനുമാണ് മമതാ സർക്കാർ ശ്രമിച്ചത്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായിട്ട് ബംഗാളിൽ ഒരു നിയമ വിദ്യാർത്ഥിനി, അതായത് സൗത്ത് കൽക്കട്ട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി. 3 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കുട്ടി ചെയ്ത കുറ്റം അവിടെ ഈ ലൈബ്രറിയിലേക്ക് പുസ്തകം മാറ്റിയെടുക്കാനായിട്ട് പോയി എന്നുള്ളതാണ്. നേരത്തെ ഈ കുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ആളിനോട് അത് നിഷേധിച്ചു. അത് നിഷേധിച്ചതിൻ്റെ പ്രതികാരമായിട്ട് അയാൾ സുഹൃത്തുക്കളെയും കൂട്ടി വന്ന് ഗാർഡ് റൂമിൽ ഇരുന്ന ഗാർഡിനെ സ്വാധീനിച്ച് അയാളെ വശത്താക്കി ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവർ ആ ഗാർഡ് റൂമിലിരുന്ന് മദ്യപിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഗാർഡ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉന്നത തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടു ഫോണിലൂടെ. അങ്ങനെ ബന്ധപ്പെടുകയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോൾ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. ഇതിന് സമാനമായ ഒരു സാഹചര്യമാണോ സന്ദേശ് ഹാലിയിലും കണ്ടത്? അതൊന്നും ഒരു സ്ത്രീയല്ല, പല സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അവിടുത്തെ തൃണമൂൽ നേതാവും MLAയുമായ ആളാണ്. അത് വലിയ രൂക്ഷമായ കോലാഹലത്തിലേക്ക് എത്തി. അവിടെയും എന്താണ് ഈ സ്വന്തം നേതാക്കളിൽ ഇത്തരം തെറ്റായ പ്രവണത കാണുന്നുണ്ടെന്ന് ആ പാർട്ടി തിരിച്ചറിയുന്നില്ല? അല്ല, അത് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്താ കാര്യമെന്ന് ഞാൻ പറയാം.
ഒരു കാലത്ത് അവിടെ CPM വേണ്ടി ആദ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളായിരുന്ന കുറേ ആൾക്കാരുണ്ട്, ക്രിമിനലുകൾ. അവർ പിന്നീട് CPM ഭരണം കിട്ടിയപ്പോൾ CPM ഈ സിദ്ധാർത്ഥ ശങ്കറെ എന്നൊക്കെ പറയുന്ന പഴയ അതികായനായ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്നലെ ഉപദേശിച്ചത്. അപ്പോൾ അത്തരക്കാരുടെ ശിഷ്യന്മാർ, അനുയായികൾ ഒക്കെ കൂട്ടത്തോടെ പിന്നീട് നമ്മുടെ CPM ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. CPM ഇവന്മാരുടെ തേർവാഴ്ചയായിരുന്നു. നമുക്ക് തന്നെ അറിയാം, അവിടെ പല രാഷ്ട്രീയ എതിരാളികളെയും കൊലപ്പെടുത്തിയിട്ട് വലിയ ചാക്കിൽ ഉപ്പ് നിറച്ച് ഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നു. എല്ലടക്കം ദ്രവിച്ചു പോകും. ഇവരെ പിന്നെ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ എത്രയോ പേരെ അവിടെ കാണാതായിട്ടുണ്ട്. അത് ഈ CPM തന്നെ നേതാക്കൾ പറഞ്ഞാണ് ഇത് പുറത്തറിയുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പണ്ട് ഇത് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബംഗാളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക, ബംഗാൾ രാഷ്ട്രീയത്തിൽ മറഞ്ഞു കിടക്കുന്ന കൊടും ക്രൂരതകളുടെ കഥകൾ, ചരിത്രം ഒക്കെ അനാവരണം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ആ ക്രിമിനലുകളെല്ലാം ഇന്ന് തൃണമൂൽ കോൺഗ്രസിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് അവരുടെ കൂടാരം തൃണമൂൽ കോൺഗ്രസ്സാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ ക്രിമിനൽ പ്രവൃത്തിയെല്ലാം ചെയ്യും. അത് സന്ദേശ് ഖാലിയിൽ ചെയ്യും, മൂർഷിദാബാദിൽ ചെയ്യും, മാൾഡയിൽ ചെയ്യും, 24 പർഗാനയിൽ ചെയ്യും, കൊൽക്കട്ടയിൽ ചെയ്യും. എല്ലായിടത്തും അവരത് പിന്തുടരും എന്നുള്ളത് തീർച്ചയാണ്. ഇവരെ രക്ഷിക്കാതിരിക്കാൻ തൃണമൂൽ നേതൃത്വത്തിന് സാധിക്കില്ല. അവരെ രക്ഷിച്ചേ മതിയാവുള്ളൂ. കാരണം ഈ തൃണമൂൽ നേതൃത്വത്തിന് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഈ ക്രിമിനലുകളുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവർ നടത്തുന്ന ഏത് ക്രിമിനൽ പ്രവൃത്തിയെയും അവർ കണ്ണടയ്ക്കും. നമുക്കറിയാലോ, ഈ കേരളത്തിൽ തന്നെ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികൾ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർക്ക് പരോൾ അനുവദിക്കാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഒരു വ്യക്തിയെ അല്ല, ഇപ്പോൾ അങ്ങനെയാണല്ലോ, അവർ നാട്ടിൽ പരോളെടുത്ത് ജയിലിലേക്ക് പോവുകയാണ്. അതെ, അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അവർ കൂടുതലും നാട്ടിലാണ്, ഇടയ്ക്കിടയ്ക്ക് പരോളെടുത്ത് ജയിലിലേക്ക് പോകും. അതാണ് അങ്ങനെ. ഇതൊക്കെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ വളരെ മോശപ്പെട്ട വശങ്ങളാണ്. അത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും ബാധിച്ചിരിക്കുന്നു. ഈ ക്രിമിനലുകളെല്ലാം അങ്ങോട്ട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മമതയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇതിന്മേൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പം ഇവിടെ തന്നെ ഈ സംഭവത്തിൽ ഈ അന്ന് നാം കണ്ടത് വിദ്യാർത്ഥിയുടെ MBBS വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക നായകരും കവികളും പൊതുപ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. എന്നിട്ടും മമതയ്ക്ക് ഒരു കുലുക്കവുമില്ല. മമത അതൊന്നും വകവയ്ക്കുന്നില്ല. അവരെയൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും പോലും പരമ പുച്ഛമാണ്. ഈ മമതയുടെ ഒരു ശരീരഭാഷ കണ്ടാൽ മനസ്സിലാവും. ഞാനാണ് ലോകം ഭരിക്കുന്നത്, ബാക്കി നിങ്ങളൊക്കെ വെറും കീടങ്ങൾ എന്ന മട്ടിലാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. എന്തിനു പറയുന്നു? ഈ നമ്മുടെ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് മമത പറഞ്ഞത് എന്താണ്? മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ചെന്ന് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ട്, നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ BJP ഇപ്പോൾ കൊണ്ടുപോകും, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അംഗങ്ങൾ ഈ നിയമം ഞങ്ങൾ പാലിക്കില്ല എന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിച്ചു. അന്ന് അമിത്ഷാ പറഞ്ഞത്, ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, ഈ നിയമം അനുസരിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ബാധ്യസ്ഥരാണ്, അതനുസരിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് അമിത്ഷാ അന്ന് മറുപടി പറഞ്ഞത്. ഈ ബംഗാളിൽ അതുപോലെ മൂർഷിദാബാദിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് വേലി കെട്ടാൻ ഭൂമി ചോദിച്ചിട്ട് മമത കൊടുക്കുന്നില്ല. 10 തവണ കത്തയച്ചു, റിമൈൻഡർ അയച്ചു, മറുപടിയില്ല. എന്നുവെച്ചാൽ നീയൊക്കെ പോടാ, നീ എന്ത് വേണം ചെയ്തോ, ഞാനിവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന മട്ടിലാണ് പെരുമാറ്റം. ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മമത ഇക്കാര്യം പറഞ്ഞു, അല്ലേ? ക്ഷമിക്കണം, അമിത്ഷാ ഇക്കാര്യം പറഞ്ഞു. ഇത് അങ്ങനെ വളരെ നിരുത്തരവാദപരമായി അങ്ങേയറ്റം ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിലെ പ്രതികൾ മനോജിത്തും വേറെ 2 സുഹൃത്തുക്കളുമുണ്ട്. അവർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ ആസൂത്രണം ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആസൂത്രണം ചെയ്ത് പദ്ധതി നടപ്പാക്കുകയായിരുന്നു. അതിൻ്റെ തെളിവുകളും ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാര്യക്ഷമമായ നടപടി മാത്രം ഉണ്ടാകുന്നില്ല. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ രക്ഷിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കൊടും കുറ്റവാളികളെ നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചവരും കുറ്റവാളികളാണ്, അവരെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഭരണത്തിൻ്റെ
മമതയുടെ തണലിൽ കഴിയുന്ന അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനും ഭയമാണ്. ഇതാണ് ബംഗാളിലെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.